ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഫ്രാൻസ് എന്നത്. ഫ്രാൻസിനെ തൊട്ടുണരുന്നത് അതിൻ്റെ ഫ്രഞ്ച് ലാംഗ്വേജ് തന്നെയാണ്. ഫ്രഞ്ച് കൾച്ചർ എന്ന് പറയുന്നത് ഫാഷൻ, അതുപോലെ തന്നെ ക്യൂസിൻ, ലവ്, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്, കൂടാതെ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എന്നിവയിൽ പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഫ്രഞ്ച് കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലവ് ആൻഡ് റൊമാൻസ്, അതെ, പ്രണയബന്ധങ്ങളുടെ ചിത്രീകരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഷകളിൽ ഒന്ന് തന്നെയാണ് ഫ്രഞ്ച് എന്നത്. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? നമ്മൾ പറയാൻ വന്നത് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളെ കുറിച്ചാണ്. അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2015 തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ തന്നെ 11th ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് തന്നെയായിരുന്നു ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇവരുടെ വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ആദ്യമായി വരുന്നതാണ് റെനോ. 1899 റെനോ എന്ന് പറയുന്ന ബ്രാൻഡ് നിർമ്മിതമായത്. ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ കാർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ബുഗാട്ടി എന്ന് പറയുന്നത്. ഇതും ഒരു ഫ്രഞ്ച് വാഹന നിർമ്മാതാവാണ്. 1909 ബുഗാട്ടി എന്ന് പറയുന്ന കമ്പനി വന്നിരുന്നത്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ സിട്രോയിൻ. 1919 സിട്രോയിൻ എന്ന് പറയുന്ന ബ്രാൻഡും വന്നിരുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന ഒരു നിർമ്മാതാവും തന്നെയാണ്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ അൽപിനി. 1955 ഈ ഒരു ബ്രാൻഡും വന്നിരുന്നത്. നെക്സ്റ്റ് വൺ ആണ് DS ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത്. 2009 വന്നിരുന്ന ഒരു ഫ്രഞ്ച് ലക്ഷറി കാർ നിർമ്മാതാവാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്യൂഷോ എന്ന് പറയുന്നത്. ഇത് 19th സെഞ്ചുറിയുടെ തുടക്കത്തിലായിരുന്നു ഈ ഒരു കാർ നിർമ്മാതാവ് വന്നിരുന്നത്. യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ 1810 ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. ആദ്യകാലത്ത് ഇവർ ബൈസൈക്കിൾസും അതുപോലെ തന്നെ സ്റ്റീൽ പ്രൊഡക്ട്സ്, കോഫി മിൽസ് എന്നിവയ്ക്കായിരുന്നു നിർമ്മിച്ചിരുന്നത്. 1889 ഇവർ കാർ നിർമ്മാണം തുടങ്ങിയിരുന്നത്. ഇത് കൂടാതെ നിരവധി ആധുനിക വാഹന നിർമ്മാതാക്കൾ ഈ ഒരു മാർക്കറ്റിലുണ്ടായിരുന്നു. അവയിൽ പലതും ഇപ്പോൾ ഇല്ല. ഇനി മറ്റുള്ള വാഹനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.